ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സോജി. ഞാൻ പെരുമ്പുന്ന ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച സ്കൂട്ടിയിൽ നിന്ന് വീണിട്ട് എൻ്റെ കാലിന് ഭയങ്കര വേദനയായിട്ട് പേരാവൂർ ഓർത്തോ ഹോസ്പിറ്റലിൽ കാണിച്ചു. ഓർത്തോ ഡോക്ടർ പറഞ്ഞു കാലിന് ബ്ലഡ് ക്ലോട്ടായി കിടക്കുക, അതുകൊണ്ട് അത് കുത്തിയെടുക്കണമെന്ന് പറഞ്ഞു. അത് കുത്തിയെടുത്തു വന്നപ്പോൾ അതിൻ്റെ അകത്ത് നിറച്ചും മജ്ജയുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് എല്ല് പൊട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ മജ്ജ വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇരിട്ടി അമല ഹോസ്പിറ്റലിൽ പോയി CT സ്കാൻ ചെയ്തു. അവിടുന്ന് റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഡോക്ടർ പറഞ്ഞു മുട്ടിന്റെ ജോയിന്റിന്റെ എല്ല് പൊട്ടി മടങ്ങിയിരിക്കുകയാണ്, ഉടനെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. എന്നിട്ട് ഞങ്ങൾ വേറെ നമുക്കറിയുന്ന എറണാകുളത്തും കണ്ണൂരുമുള്ള 2 ഡോക്ടേഴ്സിനോട് ഈ റിപ്പോർട്ട് അയച്ചു കൊടുത്തു. അവർ പറഞ്ഞു ഇതുപോലെ തന്നെ എല്ല് പൊട്ടി മടങ്ങിയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു 1.5 ലക്ഷത്തോളം ആകുമെന്ന് പറഞ്ഞു. എങ്കിലും മംഗലാപുരം തേജസ്വിനി ഹോസ്പിറ്റൽ നല്ലതാണെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പിറ്റേ ദിവസം പോകാൻ റെഡിയായി. അന്ന് രാത്രിയിൽ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാനിവിടെ എല്ലാ ആഴ്ചയും വരുമായിരുന്നു. മുട്ടിലെല്ലാം വരുമ്പോഴെല്ലാം പോകുമായിരുന്നു. പിന്നെ ഇവിടെ ഉരുളൽ നേർച്ചയ്ക്കും വന്ന് ഉരുളൽ നേർച്ചയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ അന്ന് ഈശോയോട് പ്രാർത്ഥിച്ചു, ഈ ഓപ്പറേഷൻ കൂടാതെ ഇത് ചെയ്ത് കിട്ടുവാണെങ്കിൽ ഞാൻ എൻ്റെ ഈശോയ്ക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം, എല്ലാ ദിവസവും പരമാവധി പറ്റുമ്പോഴൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് ഞാൻ ഈശോയ്ക്ക് നേർച്ച നേർന്നു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ തന്നെ മംഗലാപുരം തേജസ്വിനി ഹോസ്പിറ്റലിൽ പോയി. അവിടെ നിന്ന് ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങൾ പറഞ്ഞു സർജറിക്ക് റെഡിയായി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ റിസൾട്ട് അവിടുത്തെ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു ഇതിനകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല, മുട്ടിന് ചെറിയൊരു പൊട്ടലേ ഉള്ളൂ, നമുക്ക് ഇത് ഒരാഴ്ചത്തെ ഗുളിക കഴിച്ചു നോക്കാം, എന്നിട്ട് വെള്ളിയാഴ്ച ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. അന്ന് വെള്ളിയാഴ്ചയാണ് ഹോസ്പിറ്റലിൽ ചെന്നത്. അന്ന് തന്നെ നമ്മളിങ്ങ് തിരിച്ചു പോന്നു. ഇവിടെ വന്ന് വീട്ടിൽ വന്നപ്പം ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. ഞാൻ ഓർത്തു ദൈവമേ ഞായറാഴ്ച അച്ഛനെ കാണുന്ന ദിവസമാണല്ലോ, ഇവിടെ വന്ന് എന്തായാലും അച്ഛനെ കണ്ടാൽ എനിക്ക് ഈ ഓപ്പറേഷൻ വേണ്ടി വരികയില്ല, ഈശോ എന്നെ സുഖപ്പെടുത്തുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു ഈശോയെ എനിക്ക് ഞായറാഴ്ച അച്ഛനെ കാണാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞായറാഴ്ച ഞങ്ങൾ ഇവിടെ വന്നു. ഒട്ടും കാല് നിലത്ത് കുത്താനും പറ്റിയല്ല, താത്തിയിടാനും ഒന്നും പറ്റൂലായിരുന്നു. ഭയങ്കര വേദനയായിരുന്നു. എനിക്ക് കാലിന് നല്ല നീരും ഉണ്ടായിരുന്നു. അങ്ങനെ വണ്ടിയിൽ ഒരു വിധത്തിൽ കുലുങ്ങുമ്പം തന്നെ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. നീട്ടിയൊക്കെ വെച്ച് ഇവിടെ വന്നു. ഇവിടെ വന്ന് എല്ലാവരും എന്നെ എടുത്ത് ഇവിടെ ഇറക്കി. കസാരയിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു, കാല് തൂക്കിയിടാൻ പറ്റത്തില്ലാത്തത് കൊണ്ട്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഒത്തിരി പേരുണ്ടായിരുന്നു അച്ഛനെ കാണാൻ. പിന്നെ എൻ്റെ ഈ വേദന കണ്ടിട്ട് അവരെന്നോട് പറഞ്ഞു ഇരിക്കേണ്ട, പെട്ടെന്ന് അച്ഛനെ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു 5 മിനിറ്റ് പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ 5 മിനിറ്റ് ഞാൻ പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് അന്നേരം തന്നെ എന്നെ എടുത്ത് സ്റ്റെപ്പൊക്കെ എടുത്ത് കയറ്റി, ഒരു വിധത്തിൽ കയറ്റി കൊണ്ടുപോയി കസാര ഇരുത്തി, അച്ഛൻ്റെ അടുത്ത് ഇരുത്തി. എന്നിട്ടും എനിക്ക് കാല് തൂക്കിയിടാൻ പറ്റുന്നില്ലായിരുന്നു. എന്നിട്ട് ഞാൻ തൂക്കിയിട്ട് ഒരു വിധത്തിൽ ഇരുന്നു. എന്നിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു ഈശോയെ നോക്കി ശ്വാസം വലിച്ച് ഈശോയെ ഈശോയെ എന്ന് കുറേ പ്രാവശ്യം വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈശോയെ ഈശോയെ എന്ന് ഞാൻ വിളിച്ചു. എന്നിട്ട് അച്ഛൻ എന്നെ ഒത്തിരി പ്രാർത്ഥിച്ചു. എന്നിട്ട് അച്ഛൻ എൻ്റെ കാലിൻ്റെ മുട്ടിൽ കൈ തൊട്ട് പ്രാർത്ഥിച്ചു. കാലിൻ്റെ പത്തയ്ക്കൊക്കെ ഭയങ്കര നീരായിരുന്നു. ആ കാലിൻ്റെ പത്തിലും അച്ഛൻ ഒന്ന് ചവിട്ടി ചെറുതായിട്ടൊന്ന് തിരുമ്മി. എന്നിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു കാല് താത്തിയിട്ട് കുത്താൻ പറഞ്ഞു. എനിക്ക് ഭയങ്കര വേദനയായതുകൊണ്ട് എനിക്ക് കുത്താനൊക്കെ പേടിയായിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു കുത്തി നോക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കുത്തി നോക്കാൻ പോയപ്പോൾ എനിക്ക് ഒട്ടും വേദന എടുക്കുന്നില്ല. എന്നിട്ട് അച്ഛൻ ചോദിച്ചു വേദന ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, വേദനയില്ല. അന്നേരം എന്നോട് പറഞ്ഞു പിന്നെ എന്താ കുത്താതെ, പേടിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അച്ഛാ എനിക്ക് പേടിയാ, കുത്താൻ പേടിയാകുമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു പേടിക്കണ്ട, കുത്തിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ എന്നെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തി. എന്നിട്ട് അച്ഛൻ്റെ 2 കൈയും എൻ്റെ 2 കൈയിലും പിടിച്ചിട്ട് റൂമിൽ കൂടെ എന്നെ നടത്തിച്ചു. എനിക്ക് ഒരു വേദന ഇല്ലാതെ ഞാൻ നടന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, 3-4 പേര് താങ്ങി എടുത്തുകൊണ്ട് വന്ന ഈ സഹോദരിക്ക് ഒരാളുടെയും സഹായം കൂടാതെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാനും കുരിശടി വരെ നടന്നു പോകാനും, ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ വ്യാഴാഴ്ച കിടന്ന കിടപ്പിൽ കിടന്നിരുന്ന സഹോദരിക്ക് ഈ വ്യാഴാഴ്ച അൾത്താരയിൽ വന്നു നിന്ന് സാക്ഷ്യം പറയാൻ ഓപ്പറേഷൻ ചെയ്യണമെന്ന് 3 ഡോക്ടർമാർ നിർദ്ദേശിച്ച സഹോദരിക്ക് മരുന്ന് കഴിച്ചിട്ട് വരണം എന്ന് വീണ്ടും പരിശോധിക്കണമെന്ന് പറഞ്ഞ സഹോദരിക്ക് കർത്താവ് സൗഖ്യം കൊടുത്തതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. കാറ്റും കടലും ശാന്തമായ
ഭാരതി